അമ്മയെ ശുശ്രൂഷിക്കാനും അമ്മയ്ക്ക് ശ്രദ്ധ കൊടുക്കാനും എനിക്ക് സാഹചര്യങ്ങൾ കുറഞ്ഞു പോകുമോ എന്ന് ഭയന്നിട്ടാണെന്ന്. കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പിന്നീട് ഓർക്കുന്നുണ്ട്, മനുഷ്യൻ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഒരു വല്ലാത്തൊരു തരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നടന്നു പോകുന്ന അയാളെ ഞാൻ ഓർത്തിട്ടുണ്ട്. അമ്മയുടെ വേർപാട് താങ്ങാൻ പറ്റാതെ ആ ദിവസങ്ങളിൽ വല്ലാതെ ഉലഞ്ഞു പോയ ഒരു മനുഷ്യനെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന ചില മനുഷ്യര്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വീണ്ടും പൗലോസ് ഈ വചനത്തെ മറ്റൊരു രീതിയിൽ, ഏതാണ്ട് അതേ രീതിയിൽ തന്നെ പൗലോസിൻ്റെതായ ഭാഷയിൽ വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ വീണ്ടും വിവരിക്കുന്നുണ്ട്. കുട്ടികളെ, കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അത് ന്യായയുക്തമാണ്, അത് നീതിയാണ്. കാരണം നല്ലൊരു കാലം വരെ ചില മനുഷ്യർ അവരുടെ സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിന്റെ ആനന്ദങ്ങളും നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തി കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതവും ജീവനും മുഴുവൻ ചേർത്ത് വെച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ചിട്ട് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ നല്ല കാലങ്ങൾ വരുമ്പോൾ ഈ സ്നേഹിക്കപ്പെടുന്നവരാൽ, പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ വേദന തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാവണം കർത്താവ് പറയുന്നത് ന്യായയുക്തമാണ്, ന്യായമാണത്, യുക്തമാണത്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും, പൗലോസ് വീണ്ടും നിയമാവർത്തനത്തിലെ വചനം ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. നിയമാവർത്തനത്തിൽ, പഴയ നിയമത്തിൽ കർത്താവ് ചൂണ്ടിക്കാണിച്ച അതേ കാര്യങ്ങൾ, 2 കാര്യങ്ങൾ പൗലോസും എടുത്തു പറയുന്നു. 1, നിനക്ക് നന്മ കൈവരാനും, 2, നീ ജീവിക്കുന്ന ഭൂമിയിൽ ദീർഘായുസോടുകൂടി ജീവിക്കുന്നതിനും വേണ്ടി നീ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. വാഗ്ദാനത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണ്. അതായത് ഈ കൽപ്പനയോടുകൂടി ദൈവം ഒരു വാഗ്ദാനം അറ്റാച്ച് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഈ 2 വാഗ്ദാനങ്ങൾ ദൈവം തരികയാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. വളരെ വിശദമായിട്ട് ദൈവത്തിന്റെ വചനം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണ്. അവിടെ ഏതാണ്ട് കുറെ അധികം എണ്ണിയെടുക്കാവുന്ന തരത്തിൽ കുറെ അധികം അനുഗ്രഹങ്ങൾ, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്ന മക്കൾക്ക് ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്ന ഒരുപിടി അനുഗ്രഹങ്ങൾ. പിന്നീട് അതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്ത മനുഷ്യർക്ക് ദൈവം കൊടുക്കുമെന്ന് പറയുന്ന ചില ശിക്ഷകൾ, അല്ലെങ്കിൽ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തവരുടെ മേൽ വന്നു പതിക്കുന്ന ന്യായമായ ചില ശിക്ഷകൾ, ശാപങ്ങൾ, അതിനെപ്പറ്റിയും ഈ ഭാഗത്ത് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതാണ് നമുക്ക് എണ്ണിയെടുക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ദൈവത്തിന്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അപ്പോൾ ഒരു വ്യക്തി തന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുമ്പോൾ എന്തെല്ലാം ബലഹീനതകളും കുറവുകളുമുള്ള പോരായ്മകളുള്ള മനുഷ്യരാണ് അവരെങ്കിലും ഒരു വ്യക്തി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുമ്പോൾ ആ വ്യക്തി ചെയ്യുന്നത് കർത്താവിന്റെ ഒരു ആഗ്രഹം പൂർത്തിയാക്കുകയാണ്. എന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ ഒരു ആഗ്രഹം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണോ? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം അത് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, പ്രഭാഷകന്റെ പുസ്തകം ചൂണ്ടിക്കാണിച്ച വചനഭാഗം പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, ഇത് അനേകം പാപങ്ങൾക്കുള്ള വലിയ പ്രായശ്ചിത്തമാണ്. ഒരാൾ സ്വന്തം മാതാവിനെയും പിതാവിനെയും സ്നേഹത്തോടെയും പരിഗണനയോടെയും സമീപിക്കുമ്പോൾ അയാൾ തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, മാതാവിനെ ബഹുമാനിക്കുന്നവൻ വലിയ നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. കാലങ്ങൾക്കപ്പുറത്തേക്ക് തന്റെ ജീവിതത്തിനു വേണ്ടി സമ്പത്ത് കൂട്ടിവെക്കുന്നതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒരാൾക്ക് നടത്താൻ പറ്റുന്നത് അയാളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചുകൊണ്ടാണ്. നോക്കുക, ഒരു ചെറിയ കാര്യമല്ല ഇത്. ഓരോ ദിവസവും കോപിക്കുന്ന അപ്പനോട്, ശകാരിക്കുന്ന അമ്മയോട്, പലപ്പോഴും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മക്കളോട് പെരുമാറുന്ന മാതാപിതാക്കളോട്, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുന്ന മാതാപിതാക്കളോട് ഓരോ ദിവസവും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒരു വ്യക്തിക്ക് പെരുമാറാൻ കഴിയുന്നു എന്നുള്ളത് വലിയ നിക്ഷേപമാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. തീർച്ചയായിട്ടും എവിടെയൊക്കെയോ ഒരു പോയറ്റിക് ജസ്റ്റിസ്, ഒരു കാവ്യനീതി കിടപ്പില്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്നത്
നാളെ നമുക്ക് തിരികെ കിട്ടും എന്ന വളരെ ന്യായമായ ഒരു നിയമം ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ബൈബിളിൽ ഉടനീളം ആവർത്തിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷിക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതുപോലെ എൻ്റെ കാതുകൾക്ക് മാന്തി സംഭവിച്ചിട്ടില്ല. പക്ഷേ നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി വെച്ചിരിക്കുന്നു. നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തത് കൊണ്ടാണ്. ഈ അകൃത്യം ഗൗരവമുള്ളൊരു അകൃത്യമാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാതിരിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ആറാമതായിട്ട് ഈ ഭാഗത്ത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് ദീർഘകാലം ജീവിക്കും എന്നുള്ളതാണ്. നിയമാവർത്തനത്തിൽ നമ്മൾ മുമ്പ് പരാമർശിച്ച ഒരു വാഗ്ദാനം തന്നെയാണത്, ദീർഘായുസ്. ഏഴാമതായിട്ട് പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുന്നു. നമ്മുടെ ഭവനത്തിന് ബലം കൂടുന്നത്, ശക്തി കൂടുന്നത്, അടിത്തറ സ്ട്രോങ് ആവുന്നത് മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം കൊണ്ടാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. എട്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ അല്ലെങ്കിൽ അവൾ മഹത്വം ആർജിക്കുന്നു. ഭൂമി വെച്ച് നീട്ടുന്ന മറ്റു ഒരു മഹത്വവുമല്ല മാതാവിനെയും പിതാവിനെയും അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവന്റെ മേൽ ദൈവം കൊടുക്കുന്ന ഒരു മഹത്വം. ഒമ്പതാമതായിട്ട് കഷ്ടതയുടെ നാളുകളിൽ അവന്റെ മേൽ കാരുണ്യമുണ്ടാവുന്നു. മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ മേൽ കരുണ ചൊരിയപ്പെടുന്നതിന് വലിയ നിക്ഷേപമായിട്ട് മാറും. ഇത്രയും ഏതാണ്ട് 9ഓളം വാഗ്ദാനങ്ങൾ ഈ ഭാഗത്ത് നൽകിയിട്ട് ദൈവത്തിന്റെ വചനം ഇനി ചില എണ്ണിയെടുക്കാവുന്ന ശാപങ്ങൾ കൂടി ഈ ഭാഗത്ത് എഴുതി വെക്കുന്നുണ്ട്. അപ്പനെയോ അമ്മയെയോ ബഹുമാനിക്കാത്തവന്റെ മേൽ എന്ത് സംഭവിക്കും? ഒന്നാമതായിട്ട് പറയുന്നത് അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ ശാപം, അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും നഷ്ടബോധത്തിന്റെ തീവ്രമായ നിലവിളികൾ തീർച്ചയായും മക്കളുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, മാതാപിതാക്കളെ അനാദരിക്കുന്നവൻ, പിതാവിനെ അനാദരിക്കുന്നവൻ അപകീർത്തിക്ക് ഇരയാവും. ഒന്ന്, കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്നു. 2, അപകീർത്തിക്ക് ഇരയാവുന്നു. മൂന്നാമതായിട്ട് ഈ ഭാഗം ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് ദൈവദൂഷണത്തിന് തുല്യമാണ്. അപ്പനെയോ അമ്മയോ നിരസിക്കുന്നത് ദൈവത്തെ നിഷേധിക്കുന്നതിനും ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നതിനും ദൈവദൂഷണം ചെയ്യുന്നതിനും തുല്യമാണ്. നാലാമതായിട്ട് അവന് കർത്തന്റെ ശാപം ഏൽക്കുന്നു. വളരെ കഠിനമായ പദങ്ങൾ ഉപയോഗിച്ച് ബൈബിള് പറയുന്ന ചില ശാപങ്ങളുണ്ട് മാതാപിതാക്കളെ അനുസരിക്കാത്തവരുമായി ബന്ധപ്പെട്ടിട്ട്. സുഭാഷിതങ്ങൾ പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുവചനം, സുഭാഷിതം 20:20, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഇരുട്ട് കട്ടിപിടിച്ച് ഒരു സന്ധ്യയിൽ നിന്ന് വരണ്ട പാതിരാവിലേക്ക് നീങ്ങുന്ന അത്രയും കട്ടിപിടിച്ച അന്ധകാരം ചുറ്റിനും കൂടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. 4 ചുറ്റിനും ഇരുള് പരക്കുന്ന ഒരു ജീവിതം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവശേഷിക്കുന്നത് വളരെ 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 തുച്ഛമായ ചില വെളിച്ചത്തിന്റെ തുരുത്തുകളാണ്. ചില നന്മയുടെ, ചില പ്രാർത്ഥനയുടെ, ചില അനുഗ്രഹത്തിന്റെ, ചില കാരുണ്യത്തിന്റെ അവശേഷിക്കുന്ന ചില വെളിച്ചങ്ങൾ. ദൈവത്തിന്റെ വചനം പറയുന്നു, അമ്മയെയും അപ്പനെയും അനാദരിക്കുന്നവന്റെ, പ്രാകുന്നവന്റെ, ശപിക്കുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 26-ാം തിരുവചനം വീണ്ടും ആവർത്തിക്കുന്നു, പിതാവിനോട് അതിക്രമം കാണിക്കുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു.